നമസ്കാരം. പ്രശസ്തരുടെ ജീവിതത്തിലെ ചില വിസ്മയ കഥകളിൽ പ്രധാനപ്പെട്ട ചിലതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ കാലം മറക്കാത്ത ഒരു സംഭവകഥ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നു. സേവാഗ്രാമിൽ ഗാന്ധിജി കസ്തൂർബ സ്മാരക നിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിക്കുന്ന കാലം. ഒരു സ്ത്രീ അവർ ശേഖരിച്ച 1,00,000 രൂപയുമായി ഗാന്ധിജിയുടെ മുമ്പിലെത്തി. ഇതാ ആ 1,00,000 രൂപയുണ്ട്. അവർ പണക്കിഴി ഗാന്ധിജിയുടെ കയ്യിലേക്ക് നീട്ടി. ഗാന്ധിജി അത് വാങ്ങാൻ കൈ നീട്ടി. അപ്പോൾ പണക്കിഴി നീട്ടിയ കൈ പിന്നോട്ട് വലിച്ചിട്ട് ആ സ്ത്രീ ചോദിച്ചു, ഞാൻ ഈ പണവുമായി ഓടിക്കളഞ്ഞാൽ അങ്ങ് എന്തു ചെയ്യും? അപ്പോൾ ഗാന്ധിജി നല്ലൊരു ചിരി ചിരിച്ചു. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ഓടുന്നത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഒട്ടും പരിഭ്രമിക്കുകയില്ല. യാതൊരു ഭയവും അക്കാര്യത്തിൽ എനിക്കില്ല. ആ സ്ത്രീ ആരാണെന്ന് നമുക്കറിയണ്ടേ? അത് പിൽക്കാലത്ത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട ലോകപ്രശസ്തയായ സരോജിനി നായിഡു ആയിരുന്നു ആ സ്ത്രീ. ഇത് ഇന്ത്യയുടെ വാനമ്പാടിയായ സരോജിനി നായിഡുവിൻ്റെയും രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെയും ജീവിതത്തിൽ സേവാഗ്രാം എന്ന ഗാന്ധിജിയുടെ ആശ്രമത്തിൽ വെച്ച് നടന്ന ഒരു പ്രസിദ്ധമായ സംഭവ കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.